ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. PSC എക്സാം ഹെൽപ്പർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ വരെയാണ് നമ്മൾ ചെയ്ത് നിർത്തിയത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററാണ്. 8ാമത്തെ ചാപ്റ്റർ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സാധാരണ ഭിന്നസംഖ്യയ്ക്കകത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളതാണ്. PSC എപ്പോഴും വരാറുള്ള ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. അപ്പോൾ ഇത് 5ാം ക്ലാസ്സിലെ ഭിന്നസംഖ്യ എന്ന് പറയുമ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമാണ്. അതിനകത്ത് ജസ്റ്റ് ഒന്ന് തുടക്കം മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ. അത് 6-7ാം ക്ലാസ്സിലോട്ടൊക്കെ വരുമ്പോൾ ഭിന്നസംഖ്യ എന്ന് പറയുന്ന ചാപ്റ്ററൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ അവിടെ PSCയുടെ എപ്പോഴും ഡെപ്ത് ചോദിക്കും. എന്നാൽ ഇതിനകത്ത് ഇല്ലെന്നല്ല, ഇതിനകത്ത് ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, PSCയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എങ്കിൽ കുറച്ച് നമ്മളെപ്പോഴും ബേസ് കറക്റ്റ് ആവണം. അതുകൊണ്ട് എപ്പോഴും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നത്. അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ചെയ്ത് മേളിലോട്ട് കയറാം. ഇപ്പോൾ ഞാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്, നേരത്തെ ഒരു വീഡിയോയും പറഞ്ഞിട്ടുള്ളത്, എന്തുകൊണ്ട് നമ്മൾ 8, 9, 10 ക്ലാസ്സിൽ എടുക്കാതെ 5 നിന്ന് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ബേസിക് കാര്യങ്ങൾ 5, 6 ക്ലാസ്സുകളിലേക്കാണ് കിടക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് 7, 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ വരുന്നത്. മീൻസ് ഒരു 7 വരെയും ബേസാണ്. അതിന് കണ്ടിന്യൂ ചെയ്ത് 8ലേക്ക് കയറുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് കുറച്ചുകൂടെ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ഈ പറയുന്ന ഭാഗത്തു നിന്നെല്ലാം നമ്മൾ ഈ പറഞ്ഞ 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയൊക്കെ ചാപ്റ്റർ ചെയ്യുന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉള്ളത്, എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് അത് കണ്ടിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ ടെക്സ്റ്റിനകത്ത് ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഭിന്നസംഖ്യ എന്നാണ് 8ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഭിന്നസംഖ്യ എന്നാണ്. ഓക്കെ, അപ്പോൾ ഭിന്നസംഖ്യക്കകത്ത് എന്തൊക്കെയാണ് പറയുന്നത് ജസ്റ്റ് ഒരു 2 ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ ഉദാഹരണം, 2 മീറ്റർ നീളമുള്ള ഒരു കയർ 5 സമഭാഗങ്ങളാക്കിയാൽ ഒരു കയറിൻ്റെ നീളം എത്ര? PSC പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയല്ല, വേറെ ഒരു 7, 8 ക്ലാസ്സിലേക്കുള്ള ഇത്ര മീറ്റർ നാട ഇത്രയായിട്ട് മുറിക്കുന്ന ഒരു നാടയുടെ ഭാഗം എത്ര എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇതിപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. 2 മീറ്റർ നീളമുള്ള ഒരു കയർ 5 സമഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗത്തിൻ്റെ നീളം എത്ര? ഇതല്ലേ ചോദിക്കുന്നത്, കാര്യമൊന്നുമില്ല. ഓക്കെ, 2 മീറ്റർ നീളമുള്ളൊരു കയറാണ്. അതിനെത്ര? 5 സമഭാഗങ്ങളാക്കിയാൽ അതിനെന്ത് ചെയ്താൽ മതി? 5 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഒരു ഭാഗത്തിൻ്റെ നീളം 2/5 മീറ്റർ ആയിരിക്കും. മനസ്സിലായി? 2/5 മീറ്റർ. അപ്പോൾ 2 മീറ്റർ നീളമുള്ള ഒരു കയർ 5 സമഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 2/5 മീറ്റർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഇങ്ങനെ ചോദിച്ചിരുന്നു. ഓക്കെ, എന്താണ് ഇത് ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യനാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ, 4 കിലോഗ്രാം പഞ്ചസാര 5 പാക്കറ്റുകളാക്കിയാൽ ഒരു പാക്കറ്റിൽ എത്ര കിലോഗ്രാം പഞ്ചസാര ഉണ്ടായിരിക്കും? മനസ്സിലായല്ലോ. ഒരു 5 കിലോഗ്രാം പഞ്ചസാര 4 കിലോഗ്രാം പഞ്ചസാര 5 പാക്കറ്റുകളിലാക്കിയാൽ, ഒരുപോലുള്ള 5 തുല്യമായിട്ടുള്ള 5 പാക്കറ്റുകളിലാക്കിയാൽ ഒരു പാക്കറ്റിൽ എത്ര ഗ്രാം പഞ്ചസാര ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എത്ര കിലോഗ്രാം പഞ്ചസാര ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ, എത്ര? മൊത്തത്തിൽ 4 കിലോഗ്രാം ആണ്. മൊത്തത്തിൽ 4 കിലോഗ്രാം പഞ്ചസാരയാണ് ഉള്ളത്. എത്ര ഭാഗങ്ങളാക്കേണ്ടത്? 5 സമഭാഗങ്ങളാക്കുമ്പോൾ എത്ര? 4നെ 5 വെച്ചിരിക്കുക, 4/5 കിലോഗ്രാം ആയിരിക്കും. എത്രയാണ്? 4/5. ഒരു പാക്കറ്റിൽ 4/5. അപ്പോൾ 2 മീറ്റർ നാടയെ അല്ലെങ്കിൽ കയറിനെ 5 ഭാഗങ്ങളായിട്ട് ഭാഗിച്ചാൽ ഒരു ഭാഗത്തിൻ്റെ നീളം 2/5. 4 കിലോഗ്രാം പഞ്ചസാരയെ ഒരുപോലുള്ള 5 പാക്കറ്റിലാക്കിയാൽ ഒരു പാക്കറ്റിൽ 4/5 ആണ്. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തത് പറയുന്നതാണ്, ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, 8 മീറ്റർ ചരട് 5 സമഭാഗങ്ങളാക്കിയാൽ ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്ര? 8 മീറ്റർ ചരട് 5 സമഭാഗങ്ങളാക്കി അപ്പോൾ ഓരോ ചരടിൻ്റെയും നീളം എത്ര? ഇതാണല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യണേ? വളരെ സിമ്പിളാണ്, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 8 മീറ്റർ ചരടിന് നമ്മൾ എത്ര? 5 സമഭാഗങ്ങളല്ലേ ആക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്തിൻ്റെ നീളം എത്ര എന്ന് വെച്ചാൽ എത്ര? 8/5 ആണ്. 8/5. ഓക്കെ ആണല്ലോ. ഈ 8/5 ഒരു ഭാഗത്ത് 8 മീറ്റർ നീളമുള്ള ചരടാണ്. 5 സമഭാഗങ്ങളാക്കുമ്പോൾ ഓരോ കഷ്ണ നീളം 8/5. ഇത് പക്ഷേ ഓപ്ഷനകത്ത് ചിലപ്പോൾ കാണത്തില്ല. കാരണം മുകളിലുള്ള സംഖ്യയാണ് വലുത്, ഇതിൻ്റെ അംശം ഒന്നല്ല ഈ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണ്. അങ്ങനെ വരുന്ന കേസിൽ, അംശം വലുതായിട്ട് വരുന്ന കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ അംശം വലുതായിട്ട് വരുന്ന സംഖ്യകളിൽ നമുക്ക് ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ പറ്റും. മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്ര ഭിന്നം ആക്കാൻ പറ്റും. ഓക്കെ, അതെങ്ങനെ മിശ്ര ഭിന്നം ആക്കുന്നത്? 8നെ നിങ്ങൾ എന്ത് ചെയ്യണം? 5 വെച്ചരിക്കണം. 8നെ 5 വെച്ചരിച്ചാൽ നോക്കിയേ, 1 5 5 ശിഷ്ടം 3. ഇനി ഹരിക്കണ മേളിൽ പോയിന്റ് കൊടുക്കണം. പോയിന്റ് എപ്പോൾ കൊടുക്കേണ്ടി വരുന്നോ അവിടെ വെച്ച് കണക്ക് എടുത്തണം. അപ്പോൾ ഇതിനെ 8നെ 5 വെച്ചിരിക്കുമ്പോൾ 8നെ 5 വെച്ചരിച്ചപ്പോൾ 1 5 5 ശിഷ്ടം 3. ഇനി ഹരിക്കണമെങ്കിൽ മേളിൽ പോയിന്റ് കൊടുക്കണം. പോയിന്റ് എപ്പോൾ കൊടുക്കണോ അവിടെ വെച്ച് കണക്കൊക്കെ നിർത്തിയേക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? പൂർണ്ണമായി ഹരിച്ചെത്ര കിട്ടിയേ? 1 കിട്ടിയേക്കുന്നത്. ആ 1 എഴുതണം. ഓക്കെ, 1 എഴുതാം. എത്രനെ ഹരിക്കാനുള്ളത്? ഇനി ഈ 3നെ ഹരിക്കാനുണ്ട്, അത് എഴുതണം. എത്ര വെച്ച് ഹരിക്കാനുള്ളത്? 5 വെച്ച്. 1 3/5 മീറ്റർ. ഇതായിരിക്കും ഒരു കഷ്ണത്തിൻ്റെ നീളം. അപ്പോൾ നോക്കെ 8
മീറ്റർ ചരട് 5 സമഭാഗങ്ങളാക്കിയാൽ ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്ര മീറ്റർ എന്ന് വെച്ചാൽ 1 മീറ്റർ ആയിരിക്കും. 1 മീറ്റർ. ഓക്കെ ആണല്ലോ? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ 15 ലിറ്റർ മണ്ണെണ്ണ ഒരുപോലുള്ള 4 പാത്രങ്ങൾ നിറച്ചു. ഓരോ പാത്രത്തിലും എത്ര ലിറ്റർ മണ്ണെണ്ണയുണ്ട്? ഇതാണല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ നോക്കിയേ, 15 ലിറ്റർ മണ്ണെണ്ണ ഒരുപോലുള്ള 4 പാത്രങ്ങൾ നിറച്ചു. ഓരോ പാത്രത്തിലും എത്ര ലിറ്റർ മണ്ണെണ്ണയുണ്ട്? അപ്പോൾ എന്ത് ചെയ്യണം? 15 ലിറ്ററാണ് മൊത്തത്തിലുള്ളത്. എത്ര? 4 പാത്രത്തിൽ നിറയ്ക്കുമ്പോൾ 4 കൊണ്ട് ഹരിക്കുക. 4 ഒരുപോലുള്ള 4 പാത്രത്തിൽ നിറച്ചപ്പോൾ 4 കൊണ്ട് ഹരിച്ചു. നമ്മൾ ഇതെങ്ങനെ ചെയ്യുന്നത്? ഈ 15നെ 4 വെച്ച് ഹരിക്കേണ്ടേ? 3 4 12 ശിഷ്ടം 3. ഇനി ഹരിക്കണേ മേളിൽ പോയിന്റ് കൊടുക്കണം. പോയിന്റ് എപ്പോൾ കൊടുക്കണോ അവിടെ വെച്ച് കണക്ക് ചേർത്തേക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? പൂർണ്ണമായി ഹരിച്ച് കിട്ടിയേക്കുന്നത് ഇവിടെ 3 ആണ്. ഇനി എത്ര ഹരിക്കാനുണ്ട്? 3നെ എത്ര വെച്ച് ഹരിക്കാനുള്ളത്? 4 വെച്ച്. 3 3/4 ലിറ്റർ. എത്രയാണ്? 3 3/4 ലിറ്റർ ആണ്. അപ്പോൾ ഒരു പാത്രത്തിൽ 3 3/4 ലിറ്റർ മണ്ണെണ്ണയാണ് ഒരു പാത്രത്തിൽ ഉള്ളത്, ഓരോ പാത്രത്തിലുള്ളത്. ഓക്കെ ആണല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 25 കിലോഗ്രാം പഞ്ചസാര 8 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം വീതം കിട്ടും? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ നോക്കട്ടെ, 25 കിലോഗ്രാം പഞ്ചസാരയാണ് 8 പേർക്കാണ് തുല്യമാണ്. അപ്പോൾ 25 നമ്മൾ എന്ത് ചെയ്യണം? 8 വെച്ചിരിക്കണം. 25/8. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം. 25നെ നമ്മൾ 8 വെച്ചിരിക്കുമ്പോൾ 3 24 ശിഷ്ടം 1. ഇനി ഹരിക്കണ മേളിൽ പോയിന്റ് കൊടുക്കണം. അവിടെ വെച്ച് കണക്ക് നിർത്തണം. പൂർണ്ണമായി നമുക്ക് ഹരിച്ച് കിട്ടിയത് 3 ആണ്. ഓക്കെ. ഇനി 1നെ ഹരിക്കാനുണ്ട്. എത്ര വെച്ചാൽ? 8 വെച്ച്. അപ്പോൾ 3 1/8 കിലോഗ്രാം. അപ്പോൾ കിട്ടുന്നത് ഒരാൾക്ക് കിട്ടുന്നത് 3 1/8 കിലോഗ്രാം പഞ്ചസാരയാണ് ഓരോരുത്തർക്കും കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 250 രൂപ 8 പേർ ഒരുപോലെ വീതിച്ചെടുത്താൽ ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും? 250 രൂപ 8 പേർക്ക് ഒരേപോലെ വീതിച്ചെടുത്താൽ ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും? അത് രൂപയും പൈസയുമായി പറയാമോ? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കാര്യമൊന്നുമില്ല. എത്ര? 250 രൂപയാണ്. അത് എത്ര പേർക്ക് കൊടുക്കുന്നു? 8 പേർക്ക് വീതിക്കുമ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ? 250നെ നമുക്ക് 8 വെച്ചരിക്കാം. 8 വെച്ചരിക്കുമ്പോൾ നോക്കിയേ, 3 24 ശിഷ്ടം 1 1 8 ശിഷ്ടം 2. ഇനി ഹരിക്കണ മേളിൽ പോയിന്റ് കൊടുക്കണം. അവിടെ വെച്ച് കണക്ക് നിർത്തിയേക്കണം. ഇവിടെ പൂർണ്ണമായി ഹരിച്ച് നമുക്ക് കിട്ടിയത് എന്ന് പറയുന്നത് 31 രൂപ. ഓക്കെ. ഇനി എത്ര? 31. ഇനി ഹരിക്കാനുണ്ട് എത്ര? 2നെ ഹരിക്കാനുണ്ട്. എത്ര വെച്ച് ഹരിക്കാനുള്ളത്? 8 വെച്ച്. 31 2/8. ഈ 2/8നെ മേളും താഴെ നമുക്ക് 2 വെച്ച് വെട്ടി ചെറുതാക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ എഴുതാം. 31 മേളും താഴെ 2 വെച്ചിരിക്കുമ്പോൾ 1 2 2 4 2 8 31 1/4 രൂപ. ഓരോരുത്തർക്കും 31 1/4 രൂപ വീതം കിട്ടും. എന്ന് വെച്ചാൽ 31.25 രൂപ എന്നാണ് ഇതിൻ്റെ അർത്ഥം. 31 1/4 31.25 രൂപ എന്നാണ് കിട്ടുന്നത്. ഇതാണ് ഓരോരുത്തർക്ക് എത്ര രൂപ വീതം കിട്ടും. ഇത് ഇനി ഒരു കാര്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇത് രൂപയും പൈസയുമായി എഴുതാമോ എന്നാണ് ചോദിച്ചത്. രൂപയും പൈസയുമായി എഴുതാമോ എന്ന് വെച്ചാൽ ഈ 31 വെച്ചാൽ അയാൾക്ക് പൂർണ്ണമായും കിട്ടിയ രൂപയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എത്ര ഇടാം? 31 രൂപ അയാൾക്ക് പൂർണ്ണമായും കിട്ടിയിട്ടുണ്ട്. ഇനി 1/4 രൂപയുടെ കിട്ടിയിട്ടുണ്ട്. 1/4 രൂപയുടെ ഈ 1/4 രൂപ ഈ 1/4 രൂപയും കൂടെ നമ്മൾ പൈസയിലേക്ക് മാറ്റണം. അപ്പോൾ നോക്കണം, 1 രൂപ എന്ന് പറയുന്നത് 100 പൈസയാണ്. 1 രൂപ എന്ന് പറയുന്നത് 100 പൈസ. അപ്പോൾ 1.25 എന്ന് വെച്ചാൽ 25 പൈസ എന്നർത്ഥം. അപ്പോൾ ഈ 1/4 നമുക്ക് എന്ത് ചെയ്താൽ പൈസയിലേക്ക് മാറ്റാൻ ×100 കൊടുക്കാം. ×100 ഇവിടെ വെട്ടുമ്പോൾ 100ന് 4 വെച്ചിരിക്കുമ്പോൾ 25 എന്ന് കിട്ടും. 1 × 25 25 പൈസ എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം 31 രൂപ 25 പൈസ. 31 രൂപ 25 പൈസയാണ് അയാൾക്ക് അവിടെ കിട്ടുന്നത്. 31 രൂപ 25 പൈസയാണ് കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്താണ് 250 രൂപയെ 250 രൂപ 8 പേർക്ക് വീതിച്ചപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്നത് 31 രൂപ 25 പൈസ അല്ലെ 31.25 രൂപയാണ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 100 മുട്ട 12 വീതം എത്ര പെട്ടികൾ നിറയ്ക്കാം? മനസ്സിലായല്ലോ? 100 മുട്ടയുണ്ട്. അത് 12 വീതം ആക്കിയാൽ എത്ര പെട്ടി വേണം? മനസ്സിലായല്ലോ? ഓക്കെ. നമുക്ക് ഈ 100 മുട്ടയെ 12 വീതമുള്ളതാകുമ്പോൾ 12 വെച്ചരിക്കാം. 100നെ 12 വെച്ചരിക്കുമ്പോൾ നമുക്ക് നോക്കിയേ, 100 ഡിവൈഡഡ് ബൈ 12. ഓക്കെ. 8 12 96 ശിഷ്ടം 4. 8 12 96 ഇഷ്ടം 4. ഇവിടെ പൂർണ്ണമായി ഹരിച്ച് കിട്ടിയത് 8 ആണ്. ഓക്കെ. ഇനി 4/8 ഉണ്ട്. എന്താ 4 ഇനി ഹരിക്കണ മേളിൽ പോയിന്റ് കൊടുക്കാണോ വെച്ച് കണക്ക് നിർത്തണം. ഇവിടെ അപ്പോൾ 4/8. അപ്പോൾ എത്രയുണ്ട്? ഇവിടെ 8 ഇതിന് മേളിൽ നമുക്ക് വെട്ടി ചെറുതാക്കാം. ഇവിടെ പൂർണ്ണമായി ഹരിച്ച് 4. ഇനി എത്ര 8 ഇവിടെ 12 ആണ്. 12. ഓക്കെ. ഇനി ഇവിടെ പൂർണ്ണമായി ഹരിച്ചിട്ട് 8 ആണ്. അത് ഇവിടെ എഴുതി. ഇനി ഹരിക്കണേ പോയിന്റ് കൊടുക്കണം. അവിടെ വെച്ച് കണക്ക് നിർത്തി. ഇനി എത്ര ഹരിക്കാണ്ട്? 4നെ ഹരിക്കാണ്ട് എത്ര വെച്ചാൽ 12 വെച്ച്. അപ്പോൾ എന്നിട്ട് 8 4/12. അപ്പോൾ ഈ 12 4 നമുക്ക് വെട്ടി ചെറുതാക്കാം.
1 4 4 3 4 12. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ 8 1/3 എന്ന് കിട്ടും. അപ്പോൾ 12 വീതമുള്ള 8 പെട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് 96 മുട്ട വെക്കാൻ പറ്റും. മനസ്സിലായല്ലോ? പിന്നെ ബാലൻസ് ഒരു 4 മുട്ട അധികം വരും. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ 100 മുട്ടയാണ് ഉള്ളത്. 12 വീതമാണ് ആക്കുന്നതെങ്കിൽ 12 വീതം ആക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ 8 പെട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് 12 വീതം ആക്കാം. പിന്നെ ബാലൻസ് ഒരു 4 എണ്ണം വരും. ആ 4 എന്ന് വെച്ചാൽ കറക്റ്റ് വന്ന് 8 1/3 എന്നാണ് ആക്കുന്നത്. 12 വീതമാണ് ആക്കുന്നതെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം നമുക്ക് 8 പെട്ടികളാണ് വേണ്ടത്. അപ്പോൾ പൂർണ്ണമായും വെക്കാൻ പറ്റത്തില്ല, പിന്നെ ബാലൻസ് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 8 1/3 അല്ലെങ്കിൽ പൂർണ്ണമായി എത്ര എണ്ണം വെക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 പെട്ടികളിലായിട്ടായിരിക്കും വെക്കാൻ പറ്റുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 15 ലിറ്റർ പാൽ 4 പേർക്ക് 4 ലിറ്റർ വീതം എത്ര പേർക്ക് കൊടുക്കാം? ഇതാണ് ചോദിക്കുന്നത്. 15 ലിറ്റർ പാലുണ്ട്, 4 ലിറ്റർ വീതം എത്ര പേർക്ക് കൊടുക്കാം? മനസ്സിലായല്ലോ? 4 ലിറ്റർ വീതം എത്ര പേർക്ക് കൊടുക്കാം? ഓക്കെ, 15 ലിറ്റർ പാൽ ഒരാൾക്ക് 4 ലിറ്റർ വീതം വെച്ച് കൊടുത്താൽ എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? ഓക്കെ ആണല്ലോ? പറഞ്ഞിട്ട് 15 ലിറ്റർ പാലാണെങ്കിൽ നമുക്ക് 4 പേർക്ക് 4 ലിറ്റർ വീതമാണ് കൊടുക്കാം. അപ്പോൾ 15നെ 4 വെച്ചിരിക്കും. അപ്പോൾ എന്താ 15/4. അപ്പോൾ നോക്കിയേ, 3 4 12 ശിഷ്ടം 3 കിട്ടും. ഇവിടെ പൂർണ്ണമായി ഹരിച്ചു കിട്ടിയത് 3 ആണ്. ഓക്കെ, 3/4. ഓക്കെ, അപ്പോൾ 3/4. 15 ലിറ്റർ പാല് ഓരോരുത്തർക്ക് എത്ര 4 ലിറ്റർ വീതം എത്ര പേർക്ക് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും കൊടുക്കാൻ പറ്റുന്ന 4 ലിറ്റർ കൊടുക്കാൻ പറ്റുന്ന വെറും 3 പേർക്കേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. 4 ലിറ്റർ വീതം 3 പേർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ബാലൻസ് എത്ര വരും? 3 ലിറ്റർ ആദ്യം വരും. നമ്മളത് മിക്സഡ് ഫ്രാക്ഷൻ 3/4 എന്ന് വരും. പൂർണ്ണമായും 3 വ്യക്തികൾക്ക് മാത്രമാണ് അത് കൊടുക്കാൻ കഴിയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. നമ്മളിപ്പം എന്ത് ചെയ്തു? ഞാൻ പറയല്ലോ, പിന്നെ 5ാം ക്ലാസ് കുട്ടികളാകുമ്പോൾ 5ാം ക്ലാസ്സിൻ്റേതായ സ്റ്റാൻഡേർഡ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ 5ാം ക്ലാസ്സിലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പാഠമാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഭിന്നസംഖ്യ നിങ്ങളിതിൽ നിന്ന് പ്രതീക്ഷിക്കാവുള്ളൂ. ചില ചാപ്റ്റേഴ്സൊക്കെ നല്ല ചാപ്റ്ററുകളുണ്ട്. ഓക്കെ, നേരത്തെ ചെയ്തതും ഇനി വരാൻ പോകുന്ന ചാപ്റ്ററുകളും അതിൻ്റെ അടുത്ത ചാപ്റ്ററുകളൊക്കെ നല്ല ചാപ്റ്ററുകളാണ്. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് ഭിന്നസംഖ്യ. കുറേ കൂടുതൽ പാഠമൊക്കെ വരച്ചിട്ടുള്ളത്. അതിനകത്ത് വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം, നമുക്ക് PSCക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അതിനകത്ത് എടുത്തിട്ടുള്ളത്. ബാക്കി നമ്മളങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് 9ാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക്. അടുത്തത് 9ാമത്തെ ചാപ്റ്ററാണ്. 9ാമത്തെ ചാപ്റ്റർ എന്ന് വെച്ചാൽ സംഖ്യാബന്ധങ്ങൾ. സംഖ്യാബന്ധങ്ങളിനകത്ത് നമുക്ക് എന്താണ് കുറച്ച് കാര്യങ്ങൾ, അതുപോലെ ഒത്തിരി കാര്യം നമുക്ക് വേണ്ട 1-2 കുറച്ച് പോയിന്റ്സുകൾ മാത്രമേ ഞാൻ അകത്തുനിന്ന് എടുത്തിട്ടുള്ളൂ. കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന മിച്ചം മീൻസ് ശിഷ്ടം എത്രയാണെന്നറിയാൻ ആ സംഖ്യയുടെ അവസാനത്തെ അക്കമായിരിക്കും അതിൻ്റെ ശിഷ്ടം എന്ന് പറയുന്നത്. മനസ്സിലാവും? ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യയുടെ അവസാനത്തെ അക്കം എടുത്താൽ മതി. അതായിരിക്കും ശിഷ്ടം. അപ്പോൾ ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 235നെ 10 വെച്ച് ഹരിച്ചാൽ വരുന്ന ശിഷ്ടം എത്രയാണെന്ന് അറിയാം? ഈ അവസാനത്തെ അക്കമായിരിക്കും. അതാണ് അതിനകത്ത് പറയുന്നത്, ആ പോയിന്റ് പറയുന്നത്. ഈ ടെക്സ്റ്റിനകത്ത് പറയുന്ന ഒരു പോയിന്റ് അതാണ്. ഏതൊരു സംഖ്യയും 10 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന മിച്ചം എന്ന് വെച്ചാൽ ശിഷ്ടം ആ സംഖ്യയുടെ അവസാനത്തെ അക്കമായിരിക്കും. ഓക്കെ, 235നെ 10 വെച്ച് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കാം. 235 ഞാൻ 10 വെച്ച് ഹരിക്കുക. ഓക്കെ, 2 10 20 ശിഷ്ടം 3 അണ്ടേ 3 10 30 ശിഷ്ടം 5. ഓക്കെ ആണല്ലോ? ശിഷ്ടം 5 അവസാനത്തെ അക്കമാണ്. ഓക്കെ, അടുത്തത് ഒരു 48നെ ഹരിക്കുമ്പോൾ അവസാനത്തെ അക്കം ഇവിടെ എത്ര? 10 വെച്ച് ഹരിക്കുക. അവസാനത്തെ അക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ആയതുകൊണ്ട് ശിഷ്ടം 8 ആയിരിക്കും വരുന്നത്. നമുക്ക് നോക്കാം. 48നെ 10 വെച്ച് ഹരിച്ച് നോക്കാം. 48നെ 10 വെച്ച് ഹരിക്കുമ്പോൾ 4 10 40 ശിഷ്ടം 8 വന്നു. മനസ്സിലായോ? അപ്പോൾ ഒരു സംഖ്യയെ 10 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്നറിയാൻ ആ സംഖ്യയുടെ അവസാനത്തെ അക്കം ഏതാണോ അതായിരിക്കും അതിനെ 10 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. അടുത്തത് ഒരു സംഖ്യയെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്നറിയാൻ ഒരു സംഖ്യയെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്നറിയാൻ ആ സംഖ്യയുടെ അവസാനത്തെ അക്കം 5-നേക്കാട്ടിൽ ചെറുതാണെങ്കിൽ ഒരു സംഖ്യ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന മിച്ചം അല്ലെങ്കിൽ ശിഷ്ടം എത്രയാണെന്നറിയാൻ ആ തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 5-നേക്കാട്ടിൽ ചെറുതാണെങ്കിൽ ആ അവസാനത്തെ സംഖ്യ തന്നെ ആയിരിക്കും അതിൻ്റെ ശിഷ്ടമായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ?
അഞ്ചിലധികമോ ഉള്ള ഒരു സംഖ്യയാണ് വരുന്നതെങ്കിൽ ആ സംഖ്യയിൽ നിന്ന് 5 കുറയ്ക്കുന്നതായിരിക്കും അതിൻ്റെ ശിഷ്ടം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞേക്കൊന്നും മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് ഒരു ഉദാഹരണം എഴുതി ഞാൻ കാണിച്ചു തരാം. ഉദാഹരണം ഇപ്പോൾ കാര്യം ഒന്നുകൂടെ പറയാം. ഒരു സംഖ്യയെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്നറിയാൻ ആ സംഖ്യയുടെ അവസാനത്തെ അക്കം 5-നെക്കാട്ടിൽ ചെറുതാണ് എങ്കിൽ, ഇപ്പോൾ ഉദാഹരണം 1, 2, 3, 4 വല്ലതും ആണ് എങ്കിൽ, അല്ലെങ്കിൽ 0, 1, 2, 3, 4 ഇവ ഏതെങ്കിലും ആണ് എങ്കിൽ ആ ശിഷ്ടം അത് തന്നെയായിരിക്കും. ഓക്കെ, ഇനി 5 അതിലധികമോ ഉള്ള ഒരു സംഖ്യയാണ് വരുന്നതെങ്കിൽ എന്താണോ 5 അതിലധികം 5, 6, 7, 8, 9 അത്രയല്ല വരത്തുള്ളൂ. ഓക്കെ, ഇതിലേതെങ്കിലുമാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും ആ സംഖ്യയിൽ നിന്ന് 5 കുറയ്ക്കുന്നതായിരിക്കും അതിൻ്റെ ശിഷ്ടം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 1-2 ഉദാഹരണം നോക്കാം. കണ്ടേ 283 നമുക്ക് 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഈ അവസാന തക്കമായ ഈ 3 തന്നെ ആയിരിക്കും. കാരണം ഇത് 5-നെക്കാട്ടിൽ ചെറിയൊരു സംഖ്യയാണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ അതായിരിക്കും ശിഷ്ടം. ഈ ഉദാഹരണം ശരിയാന്ന് നോക്കാം. ഓക്കെ, ഇവിടുത്തെ നോക്കിയേ 283 ഞാൻ 5 വെച്ച് ഹരിക്കുക. ഓക്കെ, 5 25 ശിഷ്ടം 3. ഓക്കെ, വേണ്ടേ 6 30 ശിഷ്ടം 3 ശിഷ്ടം 3 ഉണ്ടോ. അവസാന തക്കാണ്. ഈ അവസാന തക്കം തന്നെ ആയിരിക്കും ഇവിടുത്തെ ശിഷ്ടമുണ്ട്. അപ്പോൾ പറഞ്ഞു ഒരു സംഖ്യയെ 5 വെച്ച് ഹരിക്കുമ്പോൾ വരുന്ന ശിഷ്ടം എന്ന് പറയുന്നത് ആ സംഖ്യയുടെ അവസാനത്തെ അക്കം 5-നെക്കാട്ടിൽ ചെറുതാണ് എങ്കിൽ ആ സംഖ്യ അവസാന 5-നെക്കാട്ടിൽ ചെറുതാണ് എങ്കിൽ ആ ചെറിയ സംഖ്യ ആയിരിക്കും അവസാനത്തെ അക്കം തന്നെ ആയിരിക്കും ശിഷ്ടം. ആ അവസാനത്തെ അക്കം തന്നെ ആയിരിക്കും ശിഷ്ടമായിട്ട് വരുന്നത്. ഇനി 5 അതിലധികമോ വരുന്ന ഒരു സംഖ്യയാണ് എങ്കിൽ അവ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും ശിഷ്ടമായിട്ട് വരുന്നത്. ഇപ്പോൾ ഉദാഹരണം നോക്കിയാൽ ആ സംഖ്യ നമുക്ക് നോക്കാം. അവസാന സംഖ്യയിൽ നിന്ന് 5 കുറയ്ക്കുന്നതായിരിക്കും. ഉദാഹരണം 747. ഈ 747-നെ 5 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്ന് അറിയാൻ നിങ്ങൾ എന്താ ഇത് 5-നെക്കാട്ട് വലിയ സംഖ്യയില്ല. അവസാനത്തക്കം 5-നെക്കാട്ട് വലിയ സംഖ്യ ആണെന്നുണ്ടെങ്കിൽ ഈ 7-ൽ നിന്ന് 5 കുറച്ചാൽ 7-ൽ നിന്ന് 5 കുറച്ചാൽ ശിഷ്ടം 2 ആയിരിക്കും. ഓക്കെ ആണല്ലോ. നമുക്ക് ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വേണ്ടേ 7 4 7. ഓക്കെ, 5 വെച്ചായിരിക്കാം. ഓക്കെ, ഒരു 5 ശിഷ്ടം 2. ഓക്കെ, 4 5 20 ശിഷ്ടം 4. ഓക്കെ, 8 5 9 45 ശിഷ്ടം 2. ശിഷ്ടം 2 വന്നു. അതാണ് പറഞ്ഞത് ഒരു സംഖ്യ 5 വെച്ച് ഹരിക്കാൻ പറ്റുമെന്ന് അറിയാം. ഒരു സംഖ്യ 5 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എന്താണെന്ന് അറിയാൻ അവസാനത്തക്കം 5-ൽ താഴെയുള്ളൊരു സംഖ്യയാണ് എങ്കിൽ ആ സംഖ്യനായിരിക്കും ശിഷ്ടം. ഇനി 5 അതിലധികമോ ഉള്ള സംഖ്യയാണ് എന്നുണ്ടെങ്കിൽ ആ സംഖ്യയിൽ നിന്ന് 5 കുറയ്ക്കുന്നതായിരിക്കും. ഇപ്പോൾ 5-ലധികമുള്ള സംഖ്യ 7 വന്നേക്കുന്നത്. അപ്പോൾ 7-ൽ നമ്മൾ എത്ര കുറയ്ക്കണം? 5 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി. ഈ 2 ആയിരിക്കും ശിഷ്ടമായിട്ട് വരുന്നത്. ഉദാഹരണം മറ്റൊരു ഉദാഹരണം നോക്കാം. ഉദാഹരണം 260 എന്ന് പറയുമ്പോൾ എന്താണ് ഈ അവസാനത്തെ ഈ അവസാനത്തെ അക്കം എന്ന് വെച്ചാൽ 0 ഈ 0 എന്ന് പറയുന്നത് 5-നെക്കാട്ടിൽ ചെറിയ സംഖ്യയുണ്ട്. ഇത് തന്നെ ആയിരിക്കും ആൻസർ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം വേറെ സംഖ്യ നോക്കാം. ഉദാഹരണം 345 അവസാനത്തെ അക്കം 5-ൽ കൂടുതലോ ആണ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സംഖ്യയിൽ നിന്ന് 5 കുറയ്ക്കണം എന്നില്ല. 5 കുറയ്ക്കുക. 5 കുറച്ചാൽ 0. അപ്പോൾ ഇതിൻ്റെ ശിഷ്ടം 0 ആയിരിക്കും. ഈ സംഖ്യയുടെ ശിഷ്ടം എന്തായിരിക്കും? 0 ആയിരിക്കും. ചെക്ക് ചെയ്ത് നോക്കാം. 5 വെച്ചിരിക്കുക. 6 5 30 ശിഷ്ടം 4. ഓക്കെ, 9 5 45 ശിഷ്ടം 0 ഉണ്ടോ. ശിഷ്ടം 0 വന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താണ് അപ്പോൾ ഈ കാര്യം പറഞ്ഞേക്കുന്നത് വെച്ചാൽ ഒരു സംഖ്യയെ 5 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്ന് അറിയാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 5 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്ന് അറിയാൻ അവസാനത്തെ അക്കം എന്ന് പറയുന്നത് 5-ൽ ചെറിയ സംഖ്യ ആണെങ്കിൽ ആ ചെറിയ സംഖ്യ ഏതാണോ അതായിരിക്കും ആ അവസാനത്തെ അക്കമായിരിക്കും ആൻസർ എന്ന് പറയുന്നത്, ശിഷ്ടമായിട്ട് കിട്ടുന്നത്. ഇനി 5 അതിലധികമോ ആണ് നമുക്ക് വരുന്നതെങ്കിൽ ആ കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് അല്ല അവസാനത്തെ അക്കത്തിൽ നിന്ന് 5 കുറച്ചാൽ മതി. അതായിരിക്കും അതിൻ്റെ ശിഷ്ടം എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞെന്തുവാ 10 ഒരു സംഖ്യയെ 10 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്നറിയാൻ അതിൻ്റെ അവസാനത്തെ അക്കമായിരിക്കും ശിഷ്ടമായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. യെസ്, നമുക്കിനി നമ്മൾ അടുത്ത ഒരു പോയിന്റിലേക്ക് പോകാം. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കത്തെ 2 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ സാധിച്ചാൽ ആ സംഖ്യയും നമുക്ക് മിച്ചമില്ലാതെ ഹരിക്കാൻ സാധിക്കും. അല്ല എങ്കിൽ 2 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 1 ആയിരിക്കും. ഓക്കെ, ഇവിടെ മിച്ചം എന്ന് ഉദ്ദേശിക്കുന്നത് ശിഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കത്തെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആണെങ്കിൽ ശിഷ്ടമില്ലാതെ ഹരിക്കാൻ പറ്റിയ ആ സംഖ്യ മൊത്തത്തിൽ 2 വെച്ച് ഹരിക്കാൻ പറ്റും. ശിഷ്ടം മൊത്തത്തിൽ 2 വെച്ച് ഹരിക്കുമ്പോഴും ശിഷ്ടം ഇല്ലാതെ തന്നെ കിട്ടും. ശിഷ്ടം 0 തന്നെ ആയിരിക്കും.
ഇനി അല്ല എങ്കിൽ ശിഷ്ടം മിച്ചമായിട്ട് ഹരിക്കും മിച്ചം കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഒന്നായിരിക്കും കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ ഏത് സംഖ്യ രണ്ടും കൂടെ ആയിരിക്കുമ്പോൾ ശിഷ്ടം അവിടെ ആയിരിക്കും ഒന്നായിരിക്കും. മിച്ചം അല്ലാത്ത കേസിൽ ശിഷ്ടം ഒന്നായിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കാം ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഏത് സംഖ്യയുടെ അവസാനത്തെ അക്കത്തെ, അപ്പോൾ അതാണ്ട് ഒരു 624 624 അവസാനത്തക്കത്തെ 2 വെച്ച് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആണെങ്കിൽ 4 2 വെച്ച് ഹരിക്കാം. അവസാനത്തക്കത്ത് 4 2 വെച്ച് ഹരിക്കുമ്പോൾ ഈ 2 4 ശിഷ്ടം 0 ആണ്. ശിഷ്ടം 0 ആണെങ്കിൽ ഈ സംഖ്യ മൊത്തത്തെ ഹരിച്ചാൽ ശിഷ്ടം 0 തന്നെ ആയിരിക്കും. മൊത്തം ഹരിച്ച് നോക്കിയതും വേണ്ട, ഇതിന് ശിഷ്ടം 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ? നമ്മൾ ഇതാ പറയുന്നത് ഒത്തിരി കാര്യമില്ല. നമ്മൾ ഡിവിസിബിലിറ്റി റൂളിൻ്റെ വേറൊരു സെറ്റപ്പാണ് ഇതിനകത്ത് പറയുന്നത്. 5ാം ക്ലാസ്സുകാർക്ക് ആ രീതിയിൽ അത് പറഞ്ഞു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികളെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഡിവിസിബിലിറ്റി ഒക്കെ ഇല്ലയോ കാര്യം, അതുകൊണ്ട് നിശേഷമായിരിക്കാൻ പറ്റിയ സംഖ്യ ഏതാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് 2 കൊണ്ട് ഹരിക്കുന്നത് 3 കൊണ്ട് എന്നുള്ള അതിൻ്റെ ഉള്ള വേറെ രീതിയിലുള്ള കുറച്ച് ഇവിടെ 5ൻ്റെയും 10ൻ്റെയും എന്താണ് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇവിടെ ശിഷ്ടത്തെക്കുറിച്ചാണ് പറയുന്നത്, റിമൈൻഡറെ കുറിച്ച് നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഇതിപ്പോൾ എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. വലിയൊരു സംഖ്യ എന്നിട്ട് 5 വെച്ച് ഹരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 2 വെച്ച് ഹരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 10 വെച്ച് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയൊക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അങ്ങനെയൊന്നും ചെയ്ത് നോക്കേണ്ട. ഈ ഒരു സെറ്റപ്പ് അങ്ങ് നോക്കിയാൽ മതി. ഓക്കെ, നോക്കിയേ. അപ്പോൾ നമുക്ക് ഇവിടെ ഹരിച്ചപ്പോൾ 0 കിട്ടി. ഇനി നോക്കിയേ, അപ്പോൾ ഈ സംഖ്യ മൊത്തത്തിൽ 2 വെച്ച് ഹരിക്കാൻ പറ്റും. ഒന്ന് ചെയ്ത് നോക്കിയേ. 6 2 4 2 വെച്ച് ഹരിച്ചു. 3 2 6 0 2 അത്രയ്ക്ക് 1 2 2 ശിഷ്ടം 0 4 അത്രയ്ക്ക് ഈ 2 4 ശിഷ്ടം 0 ഉണ്ട്. ശിഷ്ടം 0 കിട്ടി. ശിഷ്ടം 0 ഹരിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കത്തെ മാത്രം 2 വെച്ച് ഹരിക്കുമ്പോൾ ശിഷ്ടം എന്ന് പറയുന്നത് ശിഷ്ടം എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ആ സംഖ്യ മൊത്തത്തിൽ ഹരിച്ചാൽ ശിഷ്ടം 0 തന്നെ കിട്ടും. മനസ്സിലായോ? അപ്പം ഇനി ഏതാണ്ട് വേറെ കാര്യം നോക്കണ്ടേ. 843 843 അവസാനത്തെ അക്കം എത്ര? 3 അല്ലയോ? 840 3നെ 2 വെച്ച് ഹരിച്ചു നോക്കിയാൽ 3 2 വെച്ച് ഹരിക്കുമ്പോൾ 1 2 2 ശിഷ്ടം 1 വന്നു. ശിഷ്ടം 1 വന്നു. അപ്പോൾ മിച്ചമില്ല, അല്ലെങ്കിൽ ശിഷ്ടം എപ്പോഴും ഒന്നായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. എപ്പോഴും അല്ലെങ്കിൽ ഈ പൂർണ്ണമായി ഹരിക്കുമ്പോൾ 0 വന്നില്ല എങ്കിൽ ശിഷ്ടം എപ്പോഴും എന്തായിരിക്കും? ഒന്നായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയാൽ ഇതിനെ 2 വെച്ച് ഹരിച്ചു നോക്കിയാൽ 2 വെച്ച് ഹരിക്കുമ്പോൾ 4 2 8 0 4 അത്രയ്ക്ക് ഈ 2 4 0 3 അത്രയ്ക്ക് 1 2 2 ശിഷ്ടം 1. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 2 പോയിന്റ്സുകളാണ് പറയുന്നത്. ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കത്തെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആണ് എങ്കിൽ, അല്ലെങ്കിൽ അവസാനത്തെ അക്കത്തെ ശിഷ്ടമില്ലാതെ ഹരിക്കാൻ പറ്റിയാൽ ആ സംഖ്യയെ മൊത്തത്തിലും ശിഷ്ടമില്ലാതെ 2 വെച്ച് ഹരിക്കാൻ പറ്റും. ഇനി അങ്ങനെ ശിഷ്ടം വന്നാണ് ഹരിക്കുന്നതെങ്കിൽ എപ്പോഴും ശിഷ്ടം 1 ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം ഇപ്പോൾ ഉദാഹരണം വേണ്ടേ? ഓക്കെ, 720 എന്ന് വെച്ചാൽ അവസാനത്തെ അക്കം 0. 0ത്തെ 2 വെച്ച് ഹരിച്ചാലും ശിഷ്ടം 0 തന്നെ ആയിരിക്കും. 0ത്തെ 2 വെച്ച് ഹരിച്ചാലും അവിടെ ശിഷ്ടം 0 തന്നെ ആയിരിക്കും. 720 ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 2 വെച്ച് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരും. അതാണ് ആ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്, എങ്ങനെയാണ് പറയുന്നത്? ഒരു സംഖ്യയെ 2 വെച്ച് ഹരിക്കുമ്പോൾ ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കത്തെ ശിഷ്ടം ഇല്ലാതെ 2 വെച്ച് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യയെ മൊത്തത്തിൽ 2 വെച്ച് ശിഷ്ടമില്ലാതെ 2 വെച്ച് ഹരിക്കാൻ പറ്റും. ഇനി അഥവാ പറ്റുന്നില്ല എങ്കിൽ ശിഷ്ടം 1 ആയിരിക്കും. ഇതാണ് അത് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതാണ് 2 വട്ടുള്ള ഡിവിസിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിമൈൻഡറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. ഇത് ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അടുത്തത് 2 അതിലധികമോ അക്കങ്ങളുള്ള ഏതൊരു സംഖ്യയെയും 100 കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന മിച്ചം അതിൻ്റെ അവസാനത്തെ 2 അക്കങ്ങൾ ചേർന്ന് വരുന്നതായിരിക്കും. എന്ന് വെച്ചാൽ 2 അതിലധികമോ അക്കമുള്ള ഏത്, അപ്പോൾ 2 ഡിജിറ്റോ 3 ഡിജിറ്റോ 4 ഡിജിറ്റോ ഏത് നമ്പറിനെ ആയാലും നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ശിഷ്ടം എന്ന് പറയുന്നത് അവസാനത്തെ 2 അക്കങ്ങൾ ചേർന്ന് വരുന്നതായിരിക്കും. ഉദാഹരണം നമുക്ക് നോക്കാം. ഒരു 743നെ 100 വെച്ച് ഹരിച്ചാൽ വരുന്ന ശിഷ്ടം അവസാനത്തെ 2 അക്കമായ ഈ 43 ആയിരിക്കും വരുന്നത്. അവസാനത്തെ 2 അക്കങ്ങൾ ചേർന്ന് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഉണ്ട് 743നെ 100 വെച്ച് ഹരിക്കുമ്പോൾ ഓക്കെ 700 ശിഷ്ടം എത്ര വന്ന് 43 അല്ലേ വന്നേക്കുന്നത്. അതാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഉദാഹരണം ഉണ്ട് 5674. ഓക്കെ ആണല്ലോ? ഇതിനെ 100 വെച്ച് ഹരിക്കാം. 100 വെച്ച് ഹരിക്കുമ്പോൾ വരുന്ന ശിഷ്ടം എത്ര എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ചെയ്ത് പോലും നോക്കണ്ട, 74 ആയിരിക്കും. അവസാനത്തെ 2 അക്കമായിരിക്കും 74. ഓക്കെ, നോക്കിയേ നോക്കാം 5674നെ ഞാൻ 100 വെച്ച് ഹരിക്കുക. 500 500. ഓക്കെ ആണല്ലോ? 500 500 എത്ര കിട്ടി? 67 ശിഷ്ടം വരും. 4 ഇവിടെ ഇറക്കി 600
600 ശിഷ്ടം 74 നീട്ടണ്ടോ ശിഷ്ടം 74 വന്നത് എന്ന് വെച്ചാൽ രണ്ടോ അതിലധികമോ അക്കങ്ങളുള്ള ഏതൊരു സംഖ്യയെയും 100 വെച്ച് ഹരിച്ചാൽ വരുന്ന ശിഷ്ടം എന്ന് പറയുന്നത് ആ സംഖ്യയുടെ അവസാനത്തെ 2 അക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യയായിരിക്കും ശിഷ്ടമായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 2 അതിലധികമോ അക്കങ്ങളുള്ള ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന മിച്ചം ആ സംഖ്യയുടെ അവസാനത്തെ 2 അക്കത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന മിച്ചം തന്നെയായിരിക്കും. ഓക്കെ. നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അതിലധികമോ അക്കങ്ങളുള്ള ഏത് സംഖ്യയെ 4 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്ന് അറിയാൻ ആ സംഖ്യയുടെ അവസാനത്തെ 2 അക്കത്തെ ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണോ അതങ്ങ് എടുത്താൽ മതി. ഓക്കെ ആണല്ലോ? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഉദാഹരണം ഉണ്ട്. 745 745നെ 4 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്ന് അറിയാൻ ഈ 45നെ 4 വെച്ച് ഹരിക്കുമ്പോൾ എത്ര കിട്ടുന്നോ അത് അവസാനത്തെ 2 അക്കത്തോട് ചേർന്ന് വരുന്ന സംഖ്യ. ഉദാഹരണം 45നെ 4 വെച്ച് ഹരിക്കുമ്പോൾ 11 4 44 ശിഷ്ടം 1. ഈ 745നെ 4 വെച്ച് ഹരിച്ചാലും ശിഷ്ടം 1 ആയിരിക്കും വരുന്നത്. എന്നാൽ ഹരിച്ചു നോക്കാം. 745നെ ഞാൻ 4 വെച്ച് ഹരിക്കുമ്പോൾ നോക്കിയും. ഓക്കെ. ഒരു 4 ശിഷ്ടം 3 അവിടെ 4 32 ശിഷ്ടം 2. ഓക്കെ. 6 4 24 ശിഷ്ടം 1. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്ന് വെച്ചാൽ ഒരു സംഖ്യയെ 4 വെച്ച് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണെന്നറിയാൻ നമ്മൾ പ്രത്യേകിച്ചും ചെയ്യേണ്ട. അവസാനത്തെ 2 അക്കത്തെ മാത്രം നമ്മൾ 4 വെച്ച് ഹരിച്ചു നോക്കിയാൽ മതി. അപ്പോൾ വരുന്ന ശിഷ്ടം ഉദാഹരണം കണ്ടേ. ഇത് 957 അപ്പം എന്ത് ചെയ്താൽ ഈ 57നെ മാത്രം 4 വെച്ചിരിക്കും. ഒരു 4 ശിഷ്ടം 1 4 16 ശിഷ്ടം 1. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്ത് നോക്കിയേ. ഒരു 723 നോക്കാം. 23നെ നമുക്ക് 23നെ 4 വെച്ചിരിക്കും. 23നെ 4 വെച്ചിരിക്കുമ്പോൾ കണ്ടേ I4 20 ശിഷ്ടം 3. ഈ 700 നിങ്ങൾ നോക്കിയേ. ഈ 723നെ നിങ്ങൾ കണ്ടേ 723നെ ഞാൻ 4 വെച്ചിരിക്കുന്നുണ്ട്. ഒരു 4 ശിഷ്ടം 3. ഓക്കെ. 4 32 3 അത്രയ്ക്ക് ഇഷ്ടത്തോടെ ഒരു 3 വരും. എന്ന് വെച്ചാൽ ഒരു സംഖ്യയെ 4 വെച്ച് ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് ശിഷ്ടം എത്രയാണ് കിട്ടുന്നതെന്ന് അറിയാൻ അവസാനത്തെ 2 അക്കത്തെ നിങ്ങൾ 4 വെച്ച് ഹരിക്കുമ്പോൾ എത്രയാണോ ശിഷ്ടം കിട്ടുന്നത് ഇത് തന്നെയായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. എവിടെയാണെന്നറിയാം? കലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് കലണ്ടറിനകത്ത് തന്നേക്കുന്ന വർഷം സാധാരണ വർഷമാണോ അതിവർഷമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ചോദിക്കും. ലീപ്പ് ഇയർ. അപ്പോൾ ഒരു വർഷം സാധാരണ വർഷമാണോ അതിവർഷമാണോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? തന്നേക്കുന്ന വർഷത്തെ 4 വെച്ച് ഹരിക്കുക. അപ്പോൾ ശിഷ്ടം 1 2 3 വന്നാൽ അത് സാധാരണ വർഷവും ശിഷ്ടം 0 വന്നാൽ അത് അതിവർഷവുമായിരിക്കും. ഇനി ലീപ്പ് ഇയർ ആണെങ്കിൽ നമ്മൾ 400 വെച്ച് ഹരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഈ 4 വെച്ച് ഹരിക്കുമ്പോൾ ഈ റൂൾ എടുത്ത് ഉപയോഗിച്ചാൽ മതി. മൊത്തം ഹരിക്കേണ്ട. ഇപ്പോൾ 1985നെ അതിവർഷമാണോ സാധാരണ വർഷമാണോ എന്നറിയാൻ, അല്ലെങ്കിൽ 87നെ അതിവർഷമാണോ സാധാരണ വർഷമോ എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ നമ്മൾ മൊത്തത്തെ ഹരിച്ചു വെക്കേണ്ട. അവസാനത്തെ അക്കത്തെ 87നെ മാത്രം ഹരിച്ചു വയ്ക്കുക. അതിൽ 85നെ മാത്രം ഹരിച്ചു വയ്ക്കുക മതി. ഓക്കെ. അങ്ങനെ ഹരിക്കുമ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടുന്നോ അതായിരിക്കും ശിഷ്ടം. കിട്ടുവാണെങ്കിൽ അത് സാധാരണ വർഷം, ശിഷ്ടം 0 ആണെങ്കിൽ അത് അതിവർഷവുമായിരിക്കും. ആ റൂളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെയൊക്കെ നമുക്കിത് ആവശ്യമായിട്ട് വരും. ഈ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഒരു സംഖ്യ 4 വെച്ച് ഹരിക്കുക എന്നറിയാൻ മൊത്തത്തിൽ ഹരിച്ചു നോക്കേണ്ട കാര്യമില്ല. അവസാനത്തെ 2 അക്കത്തെ മാത്രം ഹരിച്ചാൽ മതി. അപ്പോൾ ശിഷ്ടം 0 ആണെങ്കിൽ ആ സംഖ്യ 4 വെച്ച് ഹരിക്കാൻ പറ്റും. ഞാൻ ഉദാഹരണം നോക്കിയേ. ഉദാഹരണം ഒരു 824 824നെ 2 4 വെച്ച് ഹരിക്കാൻ പറ്റിയ സംഖ്യ എന്നറിയാൻ 24നെ നമ്മൾ 4 വെച്ച് ഹരിക്കുമ്പോൾ 6 4 24 ശിഷ്ടം 0 ആണ്. ഓക്കെ. 824നെ പറ്റും. നോക്കിയേ. 824 ഹരിച്ച് ഹരിക്കുമ്പോൾ ഓക്കെ 24 8 ശിഷ്ടം 24 8 ശിഷ്ടം 0. 2 അത്രയ്ക്ക് ഇവിടെ 0 കൊടുത്ത് 4 ഇറക്കുമ്പോൾ 6 4 24 ശിഷ്ടം 0 വേണ്ട. 6 4 24 നമുക്ക് എവിടെ എത്ര കിട്ടി? 206 എന്നുള്ള ഉത്തരം കിട്ടി. 206. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ ശിഷ്ടം 0 വന്ന് ഹരണഫലം 206 ശിഷ്ടം 0 വന്ന്. ഓക്കെ. അപ്പോൾ നമ്മൾ മൊത്തം ഹരിച്ച് നോക്കണ്ട. നമുക്ക് ഇവിടെ ഹരിച്ച് നോക്കിയപ്പോൾ എത്ര തന്നെ കിട്ടി? നമുക്ക് ശിഷ്ടം ഈ ഹരിച്ച് നോക്കിയപ്പോൾ ശിഷ്ടം 0. ആ 0 തന്നെയല്ലേ ഇവിടെയും കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. അല്ലാതെ മൊത്തം ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ. നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ ഹോംവർക്കിനകത്ത ക്വസ്റ്റ്യൻ ആണ്. അവരുടെ കുട്ടികൾക്ക് ഹോംവർക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി കൊടുത്തേക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ചേർത്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചുവടെ കൊടുത്തിരിക്കുന്ന സംഖ്യകളെ 2, 4, 5, 10 ഇവ കൊണ്ട് ഓരോന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നവ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അത് അല്ലാത്തവയെ ഓരോന്നിനും കിട്ടുന്ന മിച്ചങ്ങൾ ഏതൊക്കെയാണ്, ഓരോന്നും കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന മിച്ചങ്ങൾ എത്രയാണെന്നും കണക്കാക്കുക. എന്ന് വെച്ചാൽ ഈ പറയുന്ന എല്ലാ സംഖ്യ കൊണ്ടും ഈ തന്നിരിക്കുന്ന 4 സംഖ്യ എന്നിട്ടുണ്ട് ഹരിക്കുമ്പോൾ അതിന് കിട്ടുന്ന ശിഷ്ടങ്ങൾ ഏതൊക്കെയാണെന്നും ശിഷ്ടം ഇല്ലാതെ വരുന്ന സംഖ്യ ഏതൊക്കെയാണെന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്രയാണ്? 3624. 3624. ഈ 3624 എന്ന് പറയുന്ന ഈ സംഖ്യയെ നമുക്ക് നോക്കാം ഏതൊക്കെ കൊണ്ട് ഹരിക്കേണ്ടത്. നമുക്ക് ഹരിക്കാം 3624 ഹരിക്കേണ്ട സംഖ്യ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 2, 4, 5, 10. 2, 4, 5, 10 ആണല്ലോ. ഓക്കെ, ആദ്യം നമുക്ക് 2 വെച്ച് ഹരിക്കാം. നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ റൂൾ നോക്കിയേ, ഒരു സംഖ്യയെ 2 വെച്ച് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആണോ എന്നറിയാൻ, വിശിഷ്ടം 0 എന്നറിയാൻ തീരാ മതി. അവസാനത്തെ അക്കത്തെ 2 വെച്ച് ഹരിച്ചു നോക്കിയാൽ പോരായോ? ഓക്കെ, അപ്പോൾ തന്നെ 4നെ 2 വെച്ച് ഹരിക്കുക. 4 2 വെച്ച് ഹരിക്കുമ്പോൾ ഈ 2 4 ശിഷ്ടം 0 വന്നു. ശിഷ്ടം 0 വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇനി ഈ സംഖ്യ മൊത്തത്തിൽ ഹരിച്ചാലും ശിഷ്ടം 0 തന്നെ ആയിരിക്കും. ഇല്ല എങ്കിൽ ശിഷ്ടം എത്ര വരും? 1 ആയിരിക്കും വരുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ 4നെ 2 വെച്ച് ഹരിച്ചുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? 4നെ 2 വെച്ച് ഹരിച്ചപ്പോൾ ഇവിടുത്തെ ശിഷ്ടം 0 വന്നതുകൊണ്ട് 2 കൊണ്ട് ഹരിച്ചുമ്പോൾ ഇതിന്റെ ശിഷ്ടം എത്ര തന്നെ വരത്തുള്ളൂ? 0 തന്നെ വരത്തുള്ളൂ. ഓക്കെ ആണ്, 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആണ് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അപ്പോൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആണേ. ഇവിടെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആണേ. ഇനി അടുത്ത് നോക്കാം. ഇനി അടുത്ത പറഞ്ഞേക്കുന്നത് എന്താണ്? അടുത്ത പറഞ്ഞേക്കുന്നത് 4 കൊണ്ട് ഹരിക്കുമ്പോൾ. 4 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്? മതി അവസാനത്തെ 2 അക്കത്തെ ഹരിച്ചു നോക്കണം എന്നല്ലേ? 4 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താണ്? അവസാനത്തെ 2 അക്കത്തെ ഹരിച്ചു നോക്കണം എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. 24നെ നമുക്ക് 4 വെച്ചിരിക്കാം. 6 4 24 ശിഷ്ടം എത്ര വരും? 0 വരും. 6 4 24 ഇഷ്ടം 0 അവസാനത്തെ 2 അക്കത്തെ. അപ്പോൾ എന്തുവാ? 4 വെച്ച് ഹരിക്കുമ്പോഴും ശിഷ്ടം എത്ര വരും? 0 തന്നെ വരും. 4 വെച്ച് ഹരിച്ചപ്പോൾ ശിഷ്ടം 0 വന്നു. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത അവർ പറഞ്ഞേക്കുന്നത് എത്ര വെച്ച് ഹരിക്കാനാ? അടുത്ത പറഞ്ഞേക്കുന്നത് 5 വെച്ച് ഹരിക്കാനാ പറഞ്ഞേക്കുന്നത്. 5 വെച്ച് ഹരിക്കാനാ. 5 വെച്ച് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരുമെന്ന് അറിയാനും വേണ്ടി ഒരു സംഖ്യയെ 5 വെച്ച് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര എന്ന് പറയാൻ നമ്മൾ പറഞ്ഞ റൂൾ എന്തുവാ? അവസാനത്തെ അക്കം 5ൽ ചെറുതാണ് എങ്കിൽ ആ അവസാനത്തെ അക്കം തന്നെ ആയിരിക്കും അതിൻ്റെ ശിഷ്ടം എന്ന് പറഞ്ഞത്. 5 അതിൽ കൂടുതലോ ആണ് വരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ 5ൽ നിന്ന് ആ സംഖ്യയിൽ നിന്ന് 5 കുറയ്ക്കുന്നതായിരിക്കും ശിഷ്ടം എന്നല്ലേ പറഞ്ഞേ. ഇവിടുത്തെ അവസാനത്തെ അക്കം 4 ആണ്. 4 എന്ന് പറഞ്ഞാൽ 5ൽ താഴെയുള്ള സംഖ്യ. അപ്പോൾ എന്തായിരിക്കും? ഈ 4 തന്നെയാണ് ശിഷ്ടം. അപ്പോൾ 5 വെച്ച് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരും? 5 വെച്ച് ഹരിക്കുമ്പോൾ ശിഷ്ടം 4 ആയിരിക്കും വരുന്നത്. ഇനി ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അതിനെ 10 വെച്ച് ഹരിക്കുമ്പോൾ വരുന്ന ശിഷ്ടം എത്ര എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഒരു സംഖ്യയെ 10 വെച്ച് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരുമോ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും? അതിൻ്റെ അവസാനത്തെ അക്കമായിരിക്കും ശിഷ്ടമായിട്ട് വരുന്നത്. അപ്പോൾ അവസാനത്തെ അക്കം എന്ന് വെച്ചാൽ ഇവിടെ എത്ര? 10 വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം അവസാനത്തെ അക്കമായ 4 തന്നെ ആയിരിക്കും. നമ്മൾ ഈ പറഞ്ഞ 4 റൂളും വെച്ചുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി. 2 വെച്ച് ഹരിച്ചപ്പോൾ ശിഷ്ടം 0, 4 വെച്ച് ഹരിച്ചപ്പോൾ ശിഷ്ടം 0, 5 വെച്ച് ഹരിച്ചപ്പോൾ ശിഷ്ടം 4, അതേപോലെ 10 വെച്ച് ഹരിച്ചപ്പോഴും ശിഷ്ടം 4. ഓക്കെ ആണല്ലോ. ഇനി അതിനകത്തൊരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത രണ്ടാമത് കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് നോക്കാം. 3625 അല്ല 3625 നിങ്ങൾ നോക്കിയേ, അവസാനത്തെ അക്കം 5. 5നെ 2 വെച്ച് ഹരിക്കുക. 5നെ 2 വെച്ച് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്നും വരത്തില്ല ഇവിടെ. ഓക്കെ, 5നെ 2 വെച്ച് ഹരിച്ചാണ്ടേ. 5നെ ഞാൻ 2 വെച്ച് ഹരിച്ചു. ഈ 2 4 ശിഷ്ടം 1 വന്ന്. ശിഷ്ടം 1 വന്നാൽ ഈ സംഖ്യ മൊത്തത്തിൽ ഹരിച്ചാലും ശിഷ്ടം എത്ര തന്നെ വരത്തുള്ളൂ? 1 തന്നെ വരത്തുള്ളൂ. അവസാനത്തെ അക്കത്തെ 2 വെച്ച് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആണെങ്കിൽ മാത്രമേ ആ സംഖ്യ മൊത്തത്തിൽ ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആയിരിക്കും. ഇനി അഥവാ 1 ആണ് വരുന്നെങ്കിൽ ആ സംഖ്യ മൊത്തത്തിൽ ഹരിക്കുമ്പോൾ ശിഷ്ടം 1 തന്നെ ആയിരിക്കും. അപ്പോൾ എന്തുവാ? ഇവിടെ ഇതിനെ 2 വെച്ച് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ശിഷ്ടം 1 ആയിരിക്കും. ഇനി അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4 കൊണ്ട് ഹരിക്കാം. 4 കൊണ്ട് ഹരിച്ചാൽ ഈ ഒരു സംഖ്യ 4 വെച്ച് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ അറിയാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? അവസാനത്തെ 2 അക്കത്തെ എത്ര? 25. ഈ 25നെ നമുക്ക് 4 വെച്ച് ഹരിക്കുമ്പോൾ 6 4 24 ശിഷ്ടം 1. ഒരു സംഖ്യ 4 വെച്ച് ഹരിക്കാൻ പറ്റുമെന്നറിയാൻ അവസാനത്തെ 2 അക്കത്തെ 4 വെച്ച് ഹരിക്കുമ്പോൾ അവസാനത്തെ 2 അക്കത്തെ നമുക്ക് എന്ത് ചെയ്യാം? 4 വെച്ച് ഹരിക്കുമ്പോൾ വരുന്ന ശിഷ്ടം എത്രയാണോ അത് തന്നെ ആയിരിക്കും ഇവിടെ ശിഷ്ടമായിട്ട് വരുന്നത്. അവസാനത്തെ
2 25 25 4 വെച്ചൊരു ശിഷ്ടം 1 വന്ന്, അതുകൊണ്ട് ഈ സംഖ്യ മൊത്തത്തിൽ ഹരിച്ചാലും ശിഷ്ടം എത്ര തന്നെ വരത്തുള്ളൂ? 1 തന്നെ വരത്തുള്ളൂ. 4നെ ഈ സംഖ്യ 4 വെച്ച് ഹരിച്ചാൽ 3625നെ 4 വെച്ച് ഹരിച്ചാൽ ശിഷ്ടം നമുക്ക് എത്ര കിട്ടും? 1 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഒരു സംഖ്യ 5 വെച്ച് ഹരിച്ചാൽ വരുന്ന ശിഷ്ടം എത്ര എന്ന് കാണാനല്ലേ ചോദിച്ചേക്കുന്നത്. ഒരു സംഖ്യ 5 വെച്ച് ഹരിക്കുമ്പോൾ വരുന്ന ശിഷ്ടം എത്ര എന്നറിയാൻ അതിൻ്റെ അവസാനത്തെ അക്കത്തെ 5ൽ താഴെയാണെങ്കിൽ അതായിരിക്കും ശിഷ്ടം. 5ഓ അതിൽ കൂടുതലോ ആണ് എങ്കിൽ ആ സംഖ്യയിൽ നിന്ന് 5 കുറയ്ക്കണം. ഇവിടെ അവസാനത്തെ അക്ക 5 ആണ്. 5ൽ നിന്ന് 5 കുറയ്ക്കുക. 5ൽ നിന്ന് 5 കുറച്ച് എത്ര കിട്ടും? 0 കിട്ടും. എന്ന് വെച്ചാൽ ഈ സംഖ്യ നമുക്ക് എത്ര വെച്ചരിക്കാം? 5 വെച്ചരിക്കുക. അപ്പോൾ 5 വെച്ചരിച്ചാൽ ശിഷ്ടം എത്ര കിട്ടും? ഇവിടെ 0 കിട്ടും. ഇനി എന്താണ്? സംഖ്യയെ 10 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഈ സംഖ്യയെ 10 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര? ഒരു സംഖ്യയെ 10 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്നറിയാൻ അവസാനത്തെ അക്കം ഏതാണോ അതായിരിക്കും ശിഷ്ടം. ഒരു സംഖ്യയെ 10 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്നറിയാൻ ആ സംഖ്യയുടെ അവസാനത്തെ അക്കം ഏതാണോ അതായിരിക്കും ശിഷ്ടം. ഇവിടെ അവസാനത്തെ അക്കം എത്ര? 5 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനെ 10 വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? 5. എങ്ങനെ? ഈ പറയുന്ന 3625നെ 3 വെച്ച് ഹരിച്ചാലും 2 വെച്ച് ഹരിച്ചാലും 4 വെച്ച് ഹരിച്ചാലും 5 വെച്ച് ഹരിച്ചാലും 10 വെച്ച് ഹരിച്ചാലും കിട്ടുന്ന ശിഷ്ടങ്ങളാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ റൂളുകളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സി ക്വസ്റ്റ്യൻ. ഓക്കെ, 3626. ഈ 3626നെ നമുക്ക് നോക്കാം. എന്ത് എഴുതാനിരിക്കണം? 2 വെച്ച് ഹരിക്കാൻ പറ്റുമെന്ന് അറിയാൻ അവസാനത്തെ അക്കം 3 അല്ലയോ? അവസാനത്തെ 6 അല്ലയോ? 6നെ 3 വെച്ച് ഹരിച്ചാൽ 2 വെച്ച് ഹരിച്ചാൽ 3 2 6 ശിഷ്ടം 0 വരും. ഓക്കെ ആണല്ലോ. 6ന് നമുക്ക് 2 വെച്ച് ഹരിക്കുമ്പോൾ 3 2 6 ശിഷ്ടം 0 വരും. എന്ന് വെച്ചാൽ ഈ സംഖ്യ മൊത്തത്തിൽ 2 വെച്ച് ഹരിച്ചാലും ശിഷ്ടം 0 ആയിരിക്കും. അപ്പോൾ 2 വെച്ച് ഹരിച്ചാലും ശിഷ്ടം 0 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് 4 വെച്ച് ഹരിക്കാൻ പറ്റുമെന്ന് അറിയാൻ അവസാനത്തെ 2 അക്കത്തെ മാത്രം ഹരിച്ചു നോക്കുക. അവസാനത്തെ 2 അക്കത്തെ 4 ഹരിക്കാന്ന് അറിയാൻ 26നെ 4 വെച്ച് ഹരിക്കുക. 26 4 വെച്ച് ഹരിക്കുക. 2 അക്കത്തേണ്ട 6 4 24 ശിഷ്ടം 2 വന്നു. എന്ന് വെച്ചാൽ ഇതിനെ 4 വെച്ച് ഹരിച്ചാൽ ശിഷ്ടം 2 ആയിരിക്കും. 4 വെച്ച് ഹരിച്ചാൽ ശിഷ്ടം 2 ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ്? ഈ സംഖ്യയെ 5 വെച്ച് ഹരിച്ചാൽ വരുന്ന ശിഷ്ടം എത്ര? സംഖ്യ 5 വെച്ച് ഹരിച്ചാൽ വരുന്ന ശിഷ്ടം എത്ര എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? അവസാനത്തെ അക്കം 5ഓ അതിൽ കൂടുതലോ ആണ് എങ്കിൽ അതിൽ നിന്ന് 5 കുറയ്ക്കണം. ഇവിടെ അവസാനത്തെ അക്കം 6 ആണ്. 6ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 1 വരും. 6. അപ്പോൾ ഈ സംഖ്യയെ 5 വെച്ച് ഹരിച്ചാൽ ശിഷ്ടം 1 ആയിരിക്കും. എന്ന് വെച്ചാൽ 5 വെച്ച് ഹരിക്കുമ്പോൾ ഇവിടുത്തെ ശിഷ്ടം എന്ന് പറയുന്നത് 1 ആണ്. ഇനി എന്താ? ഈ സംഖ്യയെ 10 വെച്ച് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരുമെന്നറിയാൻ സംഖ്യയെ 10 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര എന്നറിയാൻ അവസാനത്തെ അക്കം ഏതാണോ അതായിരിക്കും ആ സംഖ്യയെ 10 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ. ഒരു സംഖ്യയെ 10 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം ഏതാണെന്നറിയാം ആ സംഖ്യയുടെ അവസാനത്തെ സംഖ്യ. ഇവിടെ അവസാന സംഖ്യ എത്ര? 6 അല്ലയോ? അപ്പോൾ ഇതിനെ 10 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ഡി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. 3 6 3 0 എന്ന് വെച്ചാൽ 3630 എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യനെ ഇതിൻ്റെ എത്ര വെച്ച് ഹരിക്കാം? ആദ്യം 2 വെച്ച് ഹരിക്കാൻ പറ്റുമെന്ന് അറിയാം. 2 വെച്ച് ഹരിക്കാൻ പറഞ്ഞാൽ അവസാനത്തെ അക്കം 0 ഇല്ലയോ? 0ത്തെ 2 വെച്ച് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആയിരിക്കും. 0ത്തെ 2 വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഇവിടുത്തെ ശിഷ്ടം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ശിഷ്ടം 0 വരുന്നതുകൊണ്ട് ഈ സംഖ്യയെ 2 വെച്ച് ഹരിച്ചാലും ശിഷ്ടം 0 തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി എന്താ? 4 വെച്ച് ഹരിക്കാൻ പറ്റുമെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? അവസാനത്തെ 2 അക്കത്തെ മാത്രം ഹരിച്ചു നോക്കിയാൽ മതി. 4 വെച്ച് ഹരിക്കാൻ പറ്റുമെന്ന് അറിയാം. അവസാന സംഖ്യ 2 അക്കം 30 ഇല്ലയോ? ഈ 30നെ ഞാൻ 4 വെച്ച് ഹരിക്കുമ്പോൾ 7 4 28 ശിഷ്ടം 2. അവസാനത്തെ അക്കത്തെ 2 അക്കത്തെ നമ്മൾ 4 വെച്ച് ഹരിച്ച ശിഷ്ടം 2 കിട്ടി എങ്കിൽ ഈ സംഖ്യ മൊത്തത്തിൽ ഹരിച്ചാലും ശിഷ്ടം 2 തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതിനെ 4 വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം 2 ആയിരിക്കും. ഇനി എന്താണ്? ഈ സംഖ്യയെ 5 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഒരു സംഖ്യയെ 5 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്നറിയാൻ അവസാനത്തെ അക്കം 5നേക്കാട്ടിൽ ചെറുതാണ് എങ്കിൽ അവസാനത്തെ അക്കം തന്നെ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ശിഷ്ടമായിട്ട് കിട്ടുന്നത്. ഇവിടെ 5നേക്കാട്ടിൽ ചെറുതാണ് 0 ആയതുകൊണ്ട് ഇതിനെ 5 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? 0 ആണ്. ഓക്കെ ആണല്ലോ.
ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ, അവസാനമായിട്ടൊരു ചോദ്യം കൂടെ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ഒരു സംഖ്യയെ 10 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്നറിയാൻ, ഏതൊരു സംഖ്യയും 10 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്നറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ സംഖ്യയെ നമ്മൾ 10 വെച്ച് ഹരിച്ചു നോക്കിയാൽ, ഒരു സംഖ്യയെ 10 വെച്ച് ഹരിക്കുമ്പോൾ ഒരു സംഖ്യയെ 10 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്നറിയാൻ ആ സംഖ്യയുടെ അവസാനത്തെ അക്കം ഏതാണോ അതങ്ങ് എഴുതിയാൽ മതി. അവസാനം ഇവിടെ ഒരു സംഖ്യയെ 10 വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എന്നറിയാൻ അവസാനത്തെ അക്കം ഇവിടെ എത്ര, 0 അപ്പോൾ എത്രയാണ്, ഈ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം എത്ര ആയിരിക്കും, ഇവിടുത്തെ 0 ആയിരിക്കും. അവസാനത്തെ അക്കം ഏതാണോ അതായിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മളപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ്, ഇത് ഹോംവർക്കിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് ഹോംവർക്കിനകത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞു കഴിഞ്ഞത്. ഓക്കെ, ഇനി ഈ ഹോംവർക്കിനകത്ത് മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തിട്ടേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തടുത്തുള്ള 5 എണ്ണൽ സംഖ്യയെ ഏതെടുത്താലും അവയിൽ ഒന്നിനെ 5 കൊണ്ട് ഹരിക്കാൻ സാധിക്കും, എന്താണ് കാരണം? അപ്പോൾ അടുത്തടുത്തുള്ള 5 എണ്ണൽ സംഖ്യയിൽ ഏതെങ്കിലും ഒരെണ്ണത്തെ 5 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അടുത്ത 5 എണ്ണൽ സംഖ്യകളിൽ തുടർച്ചയായിട്ടുള്ള 5 എണ്ണൽ സംഖ്യകളിൽ ഒരെണ്ണം എപ്പോഴും 5ൻ്റെ ഗുണിതമായിരിക്കും. അതാണ് കാരണം. മനസ്സിലായല്ലോ? അടുത്തടുത്തുള്ള 5 എണ്ണൽ സംഖ്യകളിൽ ഒരെണ്ണം എപ്പോഴും എന്തായിരിക്കും, 5ൻ്റെ ഗുണിതമായിരിക്കും. ഉദാഹരണം നോക്കിയേ, നമുക്ക് ഉദാഹരണം നോക്കാം. ഉണ്ടേ, ഒരു 10ന് മേലുള്ള സംഖ്യ, അടുത്തുള്ള എണ്ണൽ സംഖ്യ എടുക്കും. ഒരു 11, 12, 13, 14, 15. ഓക്കെ, അടുത്തടുത്തുള്ള 5 എണ്ണൽ സംഖ്യ, അതിൽ ഏതെങ്കിലും ഒരെണ്ണമെന്ന് വെച്ചാൽ അവസാനത്തെ സംഖ്യ നമുക്ക് 5 കൊണ്ട് നിശേഷീകരിക്കാൻ പറ്റും. ഓക്കെ, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5ൻ്റെ റൂള് പറഞ്ഞു. ഒരു സംഖ്യ 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നറിയാൻ, 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നറിയാൻ അവസാനത്തെ അല്ലെങ്കിൽ ശിഷ്ടം എത്ര കിട്ടുമോ എന്നറിയാൻ അവസാനത്തെ അക്കത്തെ 5ൽ താഴെ വരുന്ന ഒരു സംഖ്യയാണെങ്കിൽ, അവസാനത്തെ അക്കം 5ൽ താഴെ വരുന്ന ഒരു സംഖ്യയാണ് എങ്കിൽ അവയെ എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റും? അവയുടെ ശിഷ്ടം എന്ന് പറഞ്ഞാൽ 5ൽ താഴെ വരുന്ന സംഖ്യ ആണെങ്കിൽ അത് തന്നെ ആയിരിക്കും അവയുടെ ശിഷ്ടം എന്ന് പറയുന്നത്. ഇനി എന്താണ്, 5 അതിൽ തൊട്ട് മേളിലോട്ടുള്ളതാണെങ്കിൽ വരുന്നെങ്കിലോ ആ അവസാന സംഖ്യയിൽ നിന്ന് 5 കുറയ്ക്കുന്നതായിരിക്കും ശിഷ്ടം എന്ന് പറഞ്ഞില്ലയോ? ഓക്കെ, ഇവിടുത്തെ 5ൽ താഴെ വരുന്നത്, ഇവിടുത്തെ 1 ശിഷ്ടം, ഇവിടെ 2 ശിഷ്ടം, ഇവിടെ 3 ശിഷ്ടം, ഇവിടെ 4 ശിഷ്ടം. 5നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനെ 5 വെച്ച് ഹരിക്കാൻ പറ്റും. ഇനി ഇങ്ങനെ നോക്കിയേ, ആണ്ടോ ഉദാഹരണം 30, 31, 32, 33, 34, 5 എണ്ണമായി. 1, 2, 3, 4, 1, 2, 3, 4, 5 അടുത്തുള്ള 5 എണ്ണം. അപ്പോൾ ഇവിടുത്തെ ശിഷ്ടം 1, ശിഷ്ടം 2, ഇവിടെ ശിഷ്ടം 3, ഇവിടെ ശിഷ്ടം 4. പക്ഷേ ഇതിനകത്ത് ഒരെണ്ണം പറ്റുമെന്നാണ് പറഞ്ഞത്, ഏതെങ്കിലും ഒരെണ്ണം പറ്റുമെന്ന് പറഞ്ഞു. ഇവിടുത്തെ ശിഷ്ടം എന്താ, അവസാനത്തെ അക്കം 0. ഇവിടെ ശിഷ്ടം 0, ഇതിനാ പറ്റും. 30നെ 5 വെച്ചിരിക്കുമ്പോൾ 6, 5, 30, ശിഷ്ടം 0 വരും. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അങ്ങനെ അടുത്തടുത്തുള്ള തുടർച്ചയായിട്ടുള്ള അടുത്തടുത്തുള്ള ഏത് 5 എണ്ണൽ സംഖ്യ എടുത്താലും അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ 5ൻ്റെ ഗുണിതമായിരിക്കും. അതിനെ 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റിയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത് പറഞ്ഞു നോക്കിയേ, ഒരു സംഖ്യയെ 4 അതിൽ കൂടുതലോ അക്കങ്ങളുള്ള ഒരു സംഖ്യയെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന മിച്ചം സംഖ്യയുടെ അവസാനത്തെ 3 അക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യയെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന മിച്ചം തന്നെയാണ്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഇത് നമ്മൾ കൂടുതൽ വിശദീകരിക്കൊന്നും വേണ്ട, ഒറ്റ കാരണമുള്ളൂ. ഒരു സംഖ്യയെ ഡിവിസിബിലിറ്റി റൂളിനകത്ത് ഒരു സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാം. ഒരു സംഖ്യ 8 വെച്ച് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നറിയാൻ അവസാനത്തെ 3 അക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യ 0, 0, 0 ഈ 3 അക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യ 8 ഒന്നീ 0, 0, 0 ആയിരിക്കണം അവസാനത്തെ 3 അക്കങ്ങൾ, അല്ലെങ്കിൽ ഈ 3 അക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യയെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുകയോ ചെയ്താൽ ആ സംഖ്യ നമുക്ക് 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ റൂള്. ഓക്കെ, ഒരു സംഖ്യയെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്നറിയാൻ അവസാനത്തെ 3 അക്കങ്ങൾ എന്തായിരിക്കണം, 0, 0, 0 ആയിരിക്കണം. അല്ലെങ്കിൽ ആ 3 അക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യ 8ൻ്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യ നമുക്ക് ഇത്ര വെച്ച് ഹരിക്കാൻ പറ്റും, 8 വെച്ച് ഹരിക്കാൻ പറ്റും. ഇല്ലാതെ വന്നാൽ ആ 3 അക്കം കൊണ്ട് ഹരിക്കുമ്പോൾ 8 വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര ശിഷ്ടം കിട്ടുന്നോ അതായിരിക്കും ആ സംഖ്യ മൊത്തത്തിൽ ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ശിഷ്ടം. ഉദാഹരണമായിട്ട് നമുക്കൊരു സംഖ്യ നോക്കാം. ഒരു 6248 ഓക്കെ, 6248 എന്ന് പറഞ്ഞ ഈ സംഖ്യയിലെ അവസാനത്തെ 3 അക്കങ്ങൾ ഇതാണ്. ഈ 3 അക്കം നിങ്ങൾ കണ്ടേ, 248. ഈ 248 നിങ്ങൾ 8 വെച്ച് ഹരിച്ച്
3 8 24 ശിഷ്ടം 0 8 താത്രയ്ക്ക് 1 8 8 ഇഷ്ടം 0 എത്ര കിട്ടി 31 ഇവിടെ ശിഷ്ടം 0 കിട്ടി. ഈ സംഖ്യ മൊത്തത്തിൽ നിങ്ങൾ ഹരിച്ചു നോക്കിക്കോ ശിഷ്ടം 0 തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. 6 2 4 8 ഓക്കെ ഓക്കെ നോക്കിയേ 8 വെച്ചിരിക്കുമ്പോൾ ഉണ്ട് 8 7 56 56 ശിഷ്ടം 6 വരും. ഓക്കെ 6 8 8 64 ശിഷ്ടം 0 8 അത്രയ്ക്ക് 1 8 8 0 ഓക്കെ ശിഷ്ടം 0 ആയിരിക്കും. മനസ്സിലായോ? എന്നിട്ട് ഈ അവസാനത്തെ അക്കം 3 അക്കത്തെ ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണോ അത് തന്നെ ആയിരിക്കും ഈ മൊത്തം സംഖ്യ ഹരിക്കുമ്പോൾ കിട്ടും. ഇവിടെ 0 കിട്ടി ഇവിടെ 0 കിട്ടി. നമുക്ക് ഇനി നോക്കാം. ഇത് പറ്റാത്തൊരു സംഖ്യ നോക്കാം. ഉണ്ട് 7 5 4 3 7 5 4 5 7543. ഓക്കെ ഈ 543 നോക്കിയേ 543 ഞാൻ 8 വെച്ചരിക്കുക. 8 വെച്ചരിക്കുമ്പോൾ നോക്കിയേ 6 8 48 ശിഷ്ടം എത്ര കിട്ടി 6 കിട്ടി. 7 8 56 ഓക്കെ ശിഷ്ടം 7 കിട്ടി. ഇവിടെ ശിഷ്ടം 7 കിട്ടി. ശിഷ്ടം 7 വന്നല്ലോ. ഇനി ഈ സംഖ്യ മൊത്തത്തിൽ നിങ്ങൾ ഹരിച്ചു നോക്കിക്കോ ശിഷ്ടം 7 ആയിരിക്കും. ഓക്കെ 7 5 4 3 ഓക്കെ ആണല്ലോ. നമ്മൾ 7 വെച്ച് ഇങ്ങോട്ട് മാറ്റി എഴുതാം. 7 5 4 3 അവിടെ 8 വെച്ചിരിക്കാം. ഓക്കെ 9 8 72 9 8 72 ശിഷ്ടം 3 ഓക്കെ 4 8 32 ശിഷ്ടം 2 ഓക്കെ ശിഷ്ടം 2 ഓക്കെ 3 8 16 ഓക്കെ ശിഷ്ടം എന്ന് പറയുന്നത് 7 വരും. ശിഷ്ടം 7 വരും. ഓക്കെ ആണല്ലോ. ഇവിടെ അതേ ഹരിക്കും അവസാനത്തെ 3 അക്കത്തെ ഹരിച്ചപ്പോൾ കിട്ടിയ അതേ ശിഷ്ടം തന്നെയാണ് ആ സംഖ്യ മൊത്തത്തിൽ ഹരിക്കുമ്പോഴും ശിഷ്ടം കിട്ടി. എന്നുവെച്ചാൽ ഇത്രയും കാര്യമേ ഉള്ളൂ. ഒരു സംഖ്യയെ 8 വെച്ച് ഹരിക്കാൻ പറ്റുമെന്നറിയാൻ അതിൻ്റെ അവസാനത്തെ 3 അക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യയെ 8 വെച്ച് ഹരിക്കാൻ പറ്റിയാൽ ആ സംഖ്യ മൊത്തത്തിൽ 8 വെച്ച് ഹരിക്കാൻ പറ്റും. ഇനി അഥവാ ആ 3 സംഖ്യ ഹരിക്കുമ്പോൾ ശിഷ്ടം 0 കിട്ടുന്നതെങ്കിൽ ഈ സംഖ്യ 0 കിട്ടുന്നതെങ്കിൽ ആ സംഖ്യ മൊത്തത്തിൽ ഹരിച്ചാലും 0 കിട്ടത്തുള്ളൂ. ശിഷ്ടം 0 ആയിരിക്കും. ഇനി അവസാനത്തെ 3 അക്കങ്ങൾ 0 ആയാലും ആ സംഖ്യ 8 വെച്ച് നിശേഷം 3 സംഖ്യയും 0 ആയാലും ആ സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം 8 വെച്ച് നിശേഷം ഹരിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഓക്കെ യെസ് നമ്മൾ ഇന്നിവിടെ ഇതുവരെ പറഞ്ഞതെന്ന് വെച്ചാൽ 8ാം ക്ലാസ്സിലെ നമ്മൾ എത്രാമത്തെ ചാപ്റ്ററാണ് 5ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററാണ് നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത്. 5ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ആയപ്പോൾ നമ്മൾ ആ 9 വരെയുള്ള ചാപ്റ്റർ തീർന്നു. അതിനകത്ത് ഹോംവർക്കിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇവിടെ ചെയ്തത്. അതിനകത്ത് മെയിനായിട്ട് വേണ്ട പോയിൻറ്റ്സുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഇത്രയും പറഞ്ഞു. ഇനി ഓക്കെ നമ്മളപ്പം ഇത്രയുള്ള നമുക്ക് അതിനകത്തുനിന്ന് ആ ചാപ്റ്ററിനകത്തുനിന്ന് പറയാം. ഓക്കെ നമുക്ക് അപ്പോൾ നിങ്ങൾ ഇതെൻ്റെ ഈ എഴുതി തന്നേക്കുന്ന എല്ലാ നോട്ട്സുകളെല്ലാം എഴുതി വെക്കുക. നമ്മൾ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. PSC ക്വസ്റ്റ്യൻ വരുന്നതും ജോമെട്രി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ചാപ്റ്ററാണ് എന്നാണ്. ചതുരക്കണക്കുകൾ എന്നുള്ള ചാപ്റ്ററാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ 10. ഓക്കെ നമുക്കത് ചെയ്യാം അടുത്തുള്ള. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും കൂടെ നിൽക്കട്ടെ. നമ്മൾ നോട്ട്സ് ഇതുവരെ പഠിപ്പിച്ചെല്ലാം നിങ്ങൾ കറക്റ്റ് ചെയ്ത് പോവുക. ഓക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ ബൈ.